മീനിൻ്റെ വയറ് വച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പ്രശ്നമാണ്. ചില മീനുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ മീനിൻ്റെ വയറിൻ്റെ ഭാഗത്ത് പച്ച എന്നൊക്കെ പറയുന്നത്. ഇതുപോലൊരു ഇതുണ്ടാവും കേട്ടോ. ഇത് പച്ചയല്ല, ഇതിൻ്റെ കയ്പ്പാണ്, ഇത് നാച്ചുറലാണ്. ഇതെല്ലാം മീനുണ്ടാവുന്നത്. ഇത് പിന്നെ ബ്ലഡാണ്. ബ്ലഡ് മീൻ തണുത്ത് പിന്നെ ഐസിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് കറുപ്പാവും. അപ്പോൾ മീനിൻ്റെ വയറുമേൽ പച്ചണ്ട് എന്ന് പലരും പറയുന്ന പ്രശ്നം. പച്ച അടിച്ച് കഴിഞ്ഞ മീൻ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റൂലേ, കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ എപ്പോഴാണ് മീനിൻ്റെ വയറുമേൽ പച്ച അല്ലെങ്കിൽ മീനിൻ്റെ ഇറച്ചി പച്ച ആവുന്നതെന്ന് പറഞ്ഞുതരാം. അത് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കുമ്പോഴാണ്. ഒന്നെങ്കിൽ അത് പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കണ്ടെയ്നറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ വരാറുണ്ട്. പിന്നെ ഫ്രോസൺ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ തെർമോക്കോൾ ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് പുറത്തുനിന്നുള്ള മീൻ വരുമ്പോഴങ്ങനെ കൂടുതൽ സംഭവിക്കാറുണ്ട് കേട്ടോ. പുറത്തുനിന്നൊക്കെ മീൻ അങ്ങനെ കൂടുതൽ വരുമ്പോൾ പാക്ക് ചെയ്ത് കണ്ടെയ്നറിൽ പാക്ക് ചെയ്തിട്ട് പിന്നെ അമോണിയൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ വരുന്നത് കൂടുതലും പിന്നെ വയറിൻ്റെ ഭാഗത്ത് പച്ച, പിന്നെ അത് പുറത്തുനിന്ന് തന്നെ ഒരു തിളങ്ങുന്ന എന്താ പറയുക ഒരു മയിൽപ്പീലി കളർ പോലെ കാണാൻ പറ്റും വയറിൻ്റെ ഭാഗം കേട്ടോ. ഈ പുറത്തുനിന്ന് തന്നെ ഈ ഭാഗത്ത് കാണാൻ പറ്റും. ഇത് പച്ചയല്ല. കൂടുതലും ചൂരയിൽ ട്യൂണ പിന്നെ ഈ ഐറ്റത്തിലാണ് വരാറുള്ളത്. ഇത് നോക്കി ഞങ്ങൾ ഇറച്ചി പിന്നെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റും കൂടെ പറഞ്ഞുതരാം. ഈ പച്ച അടിച്ച മീനിൻ്റെ, അതായത് പച്ച കളറുള്ള മീനിൻ്റെ പച്ച നിറം മാറിയ ഇറച്ചി പച്ച നിറം മാറിയ മീനിൻ്റെ ടേസ്റ്റ് പിന്നെ ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക. കാരണം മീൻ ഫ്രഷ് ആയിരിക്കില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള പിന്നെ ലൂസ് മോഷൻ, അതുപോലെ തന്നെ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീൻ എപ്പോഴും വാങ്ങുമ്പോൾ ചിലപ്പോൾ കടക്കാർ വലിയ മഹിമൊക്കെ പറഞ്ഞു തരും. അത് ഐസ് തട്ടാത്തതുകൊണ്ടാണ്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. പക്ഷേ പിന്നെ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു മയോഗ്ലോബിൻ, അതായത് മീനിൻ്റെ റെഡ് ഇതിനൊക്കെ ഉണ്ടല്ലോ, റെഡ് കൊടുക്കുന്ന മയോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ആ മയോഗ്ലോബിൻ്റെ ചേഞ്ചാണത്. അപ്പോൾ അത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ ചിലർക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അലർജി കാര്യങ്ങൾ ചിലർക്കേ ഉണ്ടാവുള്ളൂ. അലർജി ഇല്ലയെന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിക്കണമെന്നല്ല. നിങ്ങൾക്ക് അത് കിട്ടുന്നുള്ളെങ്കിൽ അത് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല മീൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അല്ല ബിലാലെ വാച്ചായന ബിലാലാട്ടെന്ന് കട്ടിങ്. ബിലാൽ നമ്മളെ മുഖം കാണിക്കണില്ല. ബിലാലിന്ന് വളരെ സങ്കടത്തിലാണ്. ഹേന തോടാ ടെൻഷൻ മേ ഹേന ടെൻഷൻ ഖലാസ് ആയി വാ മാഷാ അല്ലാ.